പ്രിയ ശ്രോതാവേ, നിങ്ങൾക്ക് ഈ പഠനവേദിയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഒരുപക്ഷേ ഡ്രൈവ് ചെയ്യുകയാകാം, അല്ലെങ്കിൽ രാവിലെ കാപ്പി കുടിക്കുകയോ ഒക്കെ ആകാം. എന്തു തന്നെയായാലും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച നിങ്ങളുടെ ചിന്തകളെ ശരിക്കുമൊന്ന് ഉണർത്താൻ പോകുന്ന ഒന്നാണ് കേട്ടോ. തീർച്ചയായും വളരെ കൗതുകകരമായ ചില വിവരങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകാൻ പോകുന്നത്. അതെ. അപ്പോ ഇന്ന് നമ്മുടെ മുന്നിലുള്ള ലേഖനങ്ങളും ചരിത്രരേഖകളും നമ്മെ കൊണ്ടുപോകുന്നത് ഇസ്ലാം മതത്തിലെ ഏറ്റവും പവിത്രമായ രാത്രി എന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന വിഷയത്തിലേക്കാണ്. നിങ്ങൾ ഒരുപക്ഷെ മതപരമായ കാര്യങ്ങളിൽ വലിയ താൽപ്പര്യമുള്ള ആളാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചരിത്രവും തത്വചിന്തയും ഇഷ്ടപ്പെടുന്ന ആളാകാം. രണ്ടായാലും ഇതൊരു മികച്ച അനുഭവമായിരിക്കും. കൃത്യമായി പറഞ്ഞു. കാരണം ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ ഉറപ്പുതരാം. ഇതൊരു മതപരമായ ചടങ്ങിനെക്കുറിച്ചുള്ള കേവലമൊരു വിവരണം മാത്രമല്ല. മനുഷ്യന്റെ മനഃശാസ്ത്രം, സമയത്തിന്റെ അതിരുകൾ, ഭാഷയുടെ പരിമിതികൾ എന്നിങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ നേരിടുന്ന വലിയ ചില ചിന്തകളാണ് ഈ വിഷയം മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യവും. അതായത് ഒറ്റ നോട്ടത്തിൽ വളരെ ലളിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിക്കാൻ തയ്യാറായാൽ എത്ര വലിയ ദാർശനിക ചോദ്യങ്ങളിലേക്കാണ് നമ്മെ നയിക്കുക എന്ന് ഈ രേഖകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേവലം ഒരു രാത്രി എന്നതിനപ്പുറം മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെയുള്ളൊരു അന്വേഷണമായി ഇത് മാറുന്നുണ്ടല്ലേ? അതെ, 100%. രാത്രി വരുന്നത് റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളിലെ ഒറ്റയക്ക നമ്പറുള്ള രാത്രികളിലാണ്. അതായത് 21, 23, 25, 27, 29 എന്നീ തീയതികളിലാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് രേഖകൾ പറയുന്നത്. ഇതിൽ തന്നെ 27ാം രാവാണ് കൂടുതലായും ഈ പ്രത്യേക ദിവസമായി വിശ്വസിക്കപ്പെടുന്നത്. ഇതിന് ചില പ്രത്യേക അടയാളങ്ങൾ കൂടിയുണ്ട് എന്ന് ഞാൻ വായിച്ചു. ആ രാത്രിയിൽ പ്രകൃതിയിൽ വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെടുമെന്നും പിറ്റേന്നത്തെ സൂര്യോദയത്തിൽ വലിയ തിളക്കമുണ്ടാകില്ല. അതായത് ഒരു തരം മങ്ങിയ വെളുത്ത നിറത്തിലായിരിക്കും സൂര്യൻ ഉദിക്കുക എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ഭൗതികമായ അടയാളങ്ങളെക്കാൾ എന്നെ ശരിക്കും ചിന്തിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി ഈ രാത്രിയെ സമീപിച്ച രീതിയാണ്. അതെന്തായിരുന്നു? ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ പവിത്രമായ രാത്രിക്ക് വേണ്ടി അദ്ദേഹം വലിയ ആഘോഷങ്ങളോ പ്രത്യേകമായ ആൾക്കൂട്ടങ്ങളോ ഒന്നും തന്നെ സംഘടിപ്പിച്ചില്ല എന്നതാണ് സത്യം. പകരം അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ നിന്നും തന്റെ ദൈനംദിന ജീവിതത്തിന്റെ ബഹളങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറി പള്ളിയിൽ ഏകാന്തനായിരിക്കുകയാണ് ചെയ്തത്. എത്തിക്കാഫ് എന്ന് പറയുന്ന ആ ഒരു രീതിയല്ലേ? അതെ, ഈത്തിക്കാഫ്. തികച്ചും വ്യക്തിപരമായ ആന്തരികമായ ഒരു അന്വേഷണമായിരുന്നു അത്. സത്യം പറഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത് നമ്മളോടൊരു 10 മിനിറ്റ് മൊബൈൽ ഫോൺ ഇല്ലാതെ, ഇന്റർനെറ്റ് ഇല്ലാതെ, മറ്റാരുമില്ലാതെ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരിക്കാൻ പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഉത്കണ്ഠ അനുഭവപ്പെടും. അതെ, നമ്മൾ എപ്പോഴും പുറത്തെ ബഹളങ്ങളുമായി കണക്റ്റഡായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോഴാണ് ഒരാള് തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ദിവസങ്ങളോളം തന്നിലേക്ക് തന്നെ ചുരുങ്ങി ഏകാന്തതയിലേക്ക് പോകുന്നത്. അത് ശരിക്കും വലിയൊരു മാനസിക വെല്ലുവിളിയാണ്. കൃത്യമായി പറഞ്ഞു. നമ്മളോട് തന്നെ സംസാരിക്കാൻ നിർബന്ധിതരാവുന്നൊരവസ്ഥയാണത്. ആ ഒരു നിശബ്ദതയിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അവനെ തന്നെ കണ്ടെത്തുന്നത്. ശരിയാണ്. അവിടെയാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം വരുന്നത്. നമ്മുടെ മുന്നിലുള്ള ഈ കുറിപ്പുകൾ വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് അമ്പരന്നു പോയി കേട്ടോ. ആ പ്രാർത്ഥനയുടെ കാര്യമാണോ? അതെ. അതായത് ആരെങ്കിലും ഈ രാത്രിയെ കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ ആ രാത്രിയിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചുകൊടുത്തത് വെറും 12 വാക്കുകളുള്ള ഒരു ലളിതമായ പ്രാർത്ഥനയാണ്. ദൈവമേ, നീ പൊറുക്കുന്നവനാണ്, പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ എനിക്ക് പുറത്തു തരണമേ. അത്രമാത്രം. ലോകത്തിലെ ഏറ്റവും പവിത്രമായ ഒരു രാത്രി, ഒരുപക്ഷെ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമയം. അവിടെ സമ്പത്തോ അധികാരമോ ആരോഗ്യമോ ഒന്നും ചോദിക്കാൻ പറയുന്നില്ല. ഒരു വലിയ ഷോപ്പിംഗ് ലിസ്റ്റിന് പകരം ഇത്രയും ലളിതമായ ഒന്ന്. ആ ലാളിത്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം ഭൗതികമായ നേട്ടങ്ങളല്ല, മറിച്ച് ആന്തരികമായ സമാധാനവും പാപമോചനവുമാണ് എന്ന് ആ ചെറിയ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം കാണിച്ചു തരികയാണ്. തന്റെ തെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യവും അത് തിരുത്താനുള്ള സന്നദ്ധതയുമാണ് അവിടെ കാണുന്നത്. ശരിയാണ്. ഇനി ഞാൻ ഈ കുറിപ്പുകൾ വായിച്ചപ്പോൾ മനസ്സിൽ വന്ന കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കും ഒരുപക്ഷെ ഈ സംശയം തോന്നിയിട്ടുണ്ടാകാം. എന്താണ് ആ ചോദ്യം? ഇസ്ലാമിക ദൈവശാസ്ത്രമനുസരിച്ച് ദൈവം എപ്പോഴും കരുണാമയനും മനുഷ്യരുടെ പ്രാർത്ഥനകൾ എപ്പോഴും കേൾക്കുന്നവനുമാണല്ലോ.
ദൈവം എപ്പോഴും അവിടെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഈ വർഷത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക രാത്രി, ഒരു സ്പെഷ്യൽ ഓഫർ പോലെ ഒരു ദിവസം മാത്രം എന്തിനാണ് മാറ്റിവെക്കുന്നത്? വളരെ പ്രസക്തമായൊരു ദാർശനിക ചോദ്യമാണത്. ഈ വായനാക്കുറിപ്പുകൾ അതിന് നൽകുന്ന ഉത്തരം വളരെ രസകരമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രത്യേക രാത്രി എന്നത് ദൈവത്തിന്റെ പരിമിതിയല്ല കാണിക്കുന്നത്, മറിച്ച് മനുഷ്യന്റെ പരിമിതിയെയാണ്. കൃത്യം മനുഷ്യന്റെ പരിമിതിയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ മനഃശാസ്ത്രപരമായ ഒരു ആവശ്യമാണത്, അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും ഒരു ചിട്ടയും അല്ലെങ്കിൽ ഒരു ഡെഡ്ലൈനും നിർബന്ധമാണ്. നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യം തന്നെ എടുക്കാം. അതെ, ഏറ്റവും നല്ല ഉദാഹരണമാണത്. വർഷം മുഴുവൻ നമുക്ക് പഠിക്കാൻ സമയമുണ്ട്, പുസ്തകങ്ങളുണ്ട്, അധ്യാപകരുമുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുന്നത് എപ്പോഴാണ്? പരീക്ഷയുടെ തലേദിവസം രാത്രി. അതെ, ആ ഒരു ഡെഡ്ലൈൻ വരുമ്പോൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് മാറും. റമദാൻ മാസം മുഴുവൻ ചെയ്ത പ്രാർത്ഥനകളുടെ ഒരു ഫൈനൽ എക്സാം പോലെയാണ് ലൈലത്തുൽ ഖദർ എന്ന് ഞാനിവിടെ വായിച്ചു. അതെനിക്ക് വളരെ കൃത്യമായൊരു ഉപമയായി തോന്നി. തികച്ചും ശരിയാണ്. മനുഷ്യന്റെ ശ്രദ്ധ എളുപ്പത്തിൽ വ്യതിചലിച്ചു പോകും. നമ്മുടെ ദൈനംദിന ജീവിതം, ജോലി, കുടുംബം, ഇതിനിടയിൽ നമ്മൾ പലപ്പോഴും ആത്മീയമായ കാര്യങ്ങൾ മറന്നുപോകും. പ്രാർത്ഥനകൾ പോലും വെറുമൊരു ശീലമായി, യാന്ത്രികമായി മാറും. യാന്ത്രികമായൊരു ദിനചര്യ പോലെ, അല്ലേ? അതെ, അങ്ങനെ നമ്മുടെ ജീവിതം വെറുമൊരു ശീലമായി മാറാതിരിക്കാനും നമ്മെ ഇടച്ചൊന്ന് പിടിച്ചുലുക്കി ഉണർത്താനും വേണ്ടിയുള്ള ഒരു മനഃശാസ്ത്രപരമായ ഉപകരണമാണ് ഈ പ്രത്യേക രാത്രി. ആ ഒരു രാത്രിയിലെങ്കിലും മനുഷ്യൻ തന്റെ പൂർണ്ണമായ ശ്രദ്ധ നൽകാൻ തയ്യാറാകും. അത് കേൾക്കുമ്പോൾ ശരിക്കും യുക്തിസഹമായി തോന്നുന്നുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യുന്ന സമയം. എന്നാൽ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യത്തില് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. എന്താണത്? ഖുറാനിൽ ഈ രാത്രിയെക്കുറിച്ച് പറയുന്നത് ഇത് 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്നാണ്. നമ്മളൊന്ന് കണക്കുകൂട്ടി നോക്കിയാൽ 1000 മാസങ്ങളെന്നത് ഏകദേശം 83 വർഷങ്ങൾ വരും. ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് മുഴുവൻ. ശരിയാണ്. ഒരു രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് 83 വർഷത്തെ ഫലം കിട്ടുമെന്ന് പറയുന്നത് ഒരു വലിയ അതിശയോക്തിയല്ലേ? ഒരു രാത്രി എങ്ങനെയാണൊരു ജീവിതകാലത്തേക്കാൾ വലുതാകുന്നത്? ഒറ്റനോട്ടത്തിൽ അതൊരു അതിശയോക്തിയായി തോന്നാം. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷാപരമായ കാര്യമുണ്ട്. പ്രാചീന അറബി ഭാഷയുടെ ശൈലി നമ്മൾ പഠിക്കണം. ആ ഭാഷയിൽ 1000 എന്നത് ഇന്നത്തെ പോലെ കൃത്യമായ ഒരു ഗണിതശാസ്ത്ര സംഖ്യയല്ല സൂചിപ്പിക്കുന്നത്. ഓ, അതായത് കൃത്യം 83 വർഷങ്ങൾ എന്നല്ല അതിനർത്ഥം. അല്ലല്ല, മറിച്ച് മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്തത്ര വലിയ ഒന്നിനെ, ഒരു അനന്തതയെ സൂചിപ്പിക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന വാക്കാണത്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഞാൻ നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കാറില്ലേ? അതെ, എപ്പോഴും പറയാറുള്ളതാണല്ലോ അത്. അതിനർത്ഥം നമ്മൾ കൃത്യമായി എണ്ണി നോക്കി 1000 തവണ പറഞ്ഞു എന്നല്ലല്ലോ, കണക്കാക്കാൻ കഴിയാത്തത്ര തവണ പറഞ്ഞു എന്നാണ്. അതുപോലെ തന്നെയാണിത്. അപ്പോ അതൊരു കൃത്യമായ കണക്കല്ല, മറിച്ച് സമയത്തിന്റെ ഒരു അതിരില്ലായ്മയാണത് കാണിക്കുന്നത്. അതെ, ഇവിടെ യഥാർത്ഥത്തിൽ സമയമെന്ന സങ്കല്പം തന്നെ ഇല്ലാതാകുന്നു. മനുഷ്യന്റെ യുക്തിക്കും കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തേക്ക് സമയത്തിന്റെ അതിരുകൾ ഭേദിക്കപ്പെടുന്നൊരവസ്ഥയാണിത്. സമയത്തിന് പ്രസക്തിയില്ലാതാകുന്നു. അതെ, മനുഷ്യന്റെ പരിമിതികളെ മറികടന്ന് ദൈവത്തിന്റെ അപാരമായ കാരുണ്യം നൽകപ്പെടുന്ന സമയത്തിന് പ്രസക്തിയില്ലാത്തൊരവസ്ഥയായാണ് ഇതിനെ കണക്കാക്കേണ്ടത്. എനിക്കത് വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മറ്റൊരു രസകരമായ ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തിനാണ് ഇത് രാത്രിയാകുന്നത്? എന്തുകൊണ്ട് പകലായിക്കൂടാ? അതൊരു നല്ല ചോദ്യമാണ്. നിങ്ങൾക്കെന്താണ് തോന്നിയത്? ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും 2 മുഖങ്ങളുണ്ട് എന്നതാണ്. പകൽ സമയത്ത് നമ്മൾ പലപ്പോഴും അഭിനയിക്കുകയാണ്. ഓഫീസിൽ, സമൂഹത്തിൽ, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള മാസ്ക് ധരിച്ചാണ് നടക്കുന്നത്. തീർച്ചയായും, ഒരു സോഷ്യൽ മാസ്ക്. എന്നാൽ ലോകത്തിന്റെ ബഹളങ്ങളെല്ലാം അടങ്ങി മറ്റാരും കാണാനില്ലാത്ത രാത്രിയുടെ ഏകാന്തതയിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളായി മാറുന്നു. അർദ്ധരാത്രിയിൽ ആരുമില്ലാത്ത നേരത്ത് നമുക്ക് നമ്മളോട് കള്ളം പറയാൻ കഴിയില്ല. നമ്മളേറ്റവും സത്യസന്ധനാകുന്ന സമയമാണ് രാത്രി. വളരെ മനോഹരവും ആഴവുമുള്ള ഒരു നിരീക്ഷണമാണത്. പകൽ എന്നത് നമ്മൾ ലോകത്തിനു വേണ്ടി ജീവിക്കുന്ന സമയമാണ്. എന്നാൽ രാത്രി എന്നത് മനുഷ്യന്റെ സ്വന്തം സ്വത്വത്തിനുള്ളതാണ്. ആത്മപരിശോധനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം അതുതന്നെയാണ്. ശരിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് കേട്ടോ. ഈ പഠനക്കുറിപ്പുകളിൽ അതിനെ ടൈം സോൺ പ്രതിസന്ധി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെ, ഈ ഭാഗം വായിച്ചപ്പോൾ എന്റെ തല ശരിക്കും ഒന്ന് പുകഞ്ഞു.
ഭൂമി ഉരുണ്ടതാണല്ലോ. അപ്പം മെക്കയിൽ രാത്രിയാവുമ്പോൾ ന്യൂയോർക്കിൽ പകലായിരിക്കും. ഒരാൾ വിമാനത്തിൽ അമേരിക്കയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. അയാൾ ഏത് സമയത്താണ് രാത്രിയെ കണക്കാക്കേണ്ടത്? അതാണ് ചോദ്യം. ഇന്തോനേഷ്യയില് 27-ാം രാവാകുമ്പോൾ മൊറോക്കോയിൽ 26-ാം പകലായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഏത് രാത്രിയിലാണ് ഖുർആൻ അവതരിച്ചത്? ഈ ഭൗതികമായ ചോദ്യം കേൾക്കുമ്പോൾ ആർക്കൊന്ന് സംശയം തോന്നും. തീർച്ചയായും ആധുനിക മനുഷ്യന്റെ വളരെ യുക്തിഭദ്രമായൊരു ചോദ്യമാണത്. എന്നാൽ ഇതിന് ഈ പഠനങ്ങൾ നൽകുന്ന മറുപടി വളരെ വിശാലമായൊരു ദാർശനിക തലത്തിലുള്ളതാണ്. ദൈവം എന്നത് സമയത്തിനും സ്ഥലത്തിനും അതീതനാണ് എന്നതാണ് അടിസ്ഥാനം. അതായത് ദൈവത്തിന് ടൈം സോണുകൾ ബാധകമല്ല. അതെ, ദൈവത്തിന് നമ്മുടെ ഈ 24 മണിക്കൂർ രാവും പകലുമില്ല, ടൈം സോണുകളില്ല. അപ്പോൾ പിന്നെ ഈ രാത്രി എന്ന് പറയുന്നത് എന്താണ്? അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പരിമിതമായ മനുഷ്യന്റെ ഭാഷയിൽ ദൈവം ഉപയോഗിച്ചൊരു മാനുഷികമായ അടയാളം മാത്രമാണ്. ഒരർത്ഥത്തിൽ അതൊരു അത്ഭുതകരമായ ആശയവിനിമയ രീതിയാണല്ലേ? തീർച്ചയായും. അനന്തമായ ഒന്ന് പരിമിതമായ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അവന് മനസ്സിലാകുന്ന സമയസൂചികകൾ ഉപയോഗിക്കുന്നു. അതായത് ഇത് ഒരു ക്ലോക്കിൽ സമയം നോക്കി തീരുമാനിക്കേണ്ട കാര്യമല്ല. അജ്ഞതയുടെ ഇരുട്ടിലേക്ക് അറിവിന്റെ വെളിച്ചം വരുന്നു എന്നതിന്റെ ഒരു പ്രതീകാത്മകമായ അർത്ഥം കൂടിയാണ് ഈ രാത്രി എന്നത്, അല്ലേ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറുന്ന ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഈ വാക്കുപയോഗിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞു. ഈയൊരാശയത്തെ ഖുർആനിലെ സൂറ അൽ ഖദ്റുമായി ബന്ധപ്പെടുത്തു നോക്കുമ്പോഴാണ് ഇതിലെ കൂടുതൽ നിഗൂഢതകൾ നമുക്ക് വെളിപ്പെടുന്നത്. ആ അധ്യായം തുടങ്ങുന്നത് തന്നെ വളരെ സവിശേഷമായൊരു രീതിയിലാണ്. നാം ഇതിനെ അവതരിപ്പിച്ചു എന്നാണതിന്റെ തുടക്കം. അതെ, ഞാൻ ആ ഭാഗം വളരെ ശ്രദ്ധയോടെ വായിച്ചു. അവിടെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇത് എന്നത് ഖുർആനാണെന്ന് ആ അധ്യായത്തിൽ എവിടെയും നേരിട്ട് പറയുന്നില്ല എന്നതാണ്. വെറുമൊരു സർവ്വനാമം മാത്രമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ പേര് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാകും? അവിടെയാണ് ഭാഷയുടെ സൗന്ദര്യം കിടക്കുന്നത്. ആ ഗ്രന്ഥത്തിന്റെ പേര് അവിടെ പറയാതിരിക്കുന്നത് അതിന്റെ വ്യാപ്തി മനുഷ്യന്റെ വാക്കുകൾക്കതീതമായതുകൊണ്ടാണ് എന്നാണ് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. വാക്കുകൾക്ക് അതീതമാണ് എന്നതുകൊണ്ട്? അതെ, സർവ്വവ്യാപിയായ അതിബൃഹത്തായ ഒന്നിനെ വെറുമൊരു പേരിലൊതുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പേര് പറയാതെ തന്നെ അതെന്താണെന്ന് അനുവാചകന് മനസ്സിലാകുന്ന തലത്തിലേക്ക് ആ വരികൾ മാറുന്നു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാക്കാണ് ഇതിലുപയോഗിച്ചിരിക്കുന്ന സലാം എന്നത്. അതെ, നമ്മൾ സാധാരണയായി പരസ്പരം കാണുമ്പോൾ സലാം എന്ന് പറയാറുണ്ട്. നമ്മൾ അതിനെ കേവലം സമാധാനമെന്ന് മാത്രമാണ് അർത്ഥമാക്കാറുള്ളത്. എന്നാൽ ഈ അധ്യായത്തിൽ അതിനേക്കാൾ എത്രയോ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. അറബി ഭാഷയിൽ സലാം എന്ന വാക്കിന്റെ വേരുകൾ നമ്മൾ അന്വേഷിച്ചാൽ അതിനർത്ഥം കേവലം യുദ്ധമോ ബഹളമോ ഇല്ലാത്തൊരവസ്ഥയെന്നല്ല. അതിന് പൂർണ്ണത, സുരക്ഷ, ദൈവത്തിലേക്കുള്ള സമ്പൂർണമായ സമർപ്പണം, ഒരുതരം സ്വർഗീയമായ അനുഭവം എന്നെല്ലാമാണ് അർത്ഥമുള്ളത്. അതായത് ആ യാത്രയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് വെറുമൊരു മാനസികമായ ശാന്തതയല്ല. അല്ല, മറിച്ച് അവന്റെ അസ്തിത്വത്തിന് തന്നെ ലഭിക്കുന്ന പരിപൂർണമായ ഒരു സുരക്ഷിതത്വവും ആന്തരികമായ പൂർണ്ണതയുമാണ്. അതെല്ലാം കേൾക്കുമ്പോൾ വളരെ മനോഹരമായി തോന്നുന്നു. പക്ഷേ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ സമാധാനം പ്രഭാതം വരെ മാത്രമേ ഉള്ളൂന്ന്. അവിടെ എനിക്ക് വീണ്ടും സംശയമായി. എന്തിനാണ് ഈ വലിയ സമാധാനം പ്രഭാതത്തിൽ അവസാനിക്കുന്നത്? നേരം വെളുക്കുമ്പോൾ ദൈവം ആ സമാധാനം പെട്ടെന്ന് പിൻവലിക്കുന്നതുകൊണ്ടാണോ? അതോ അതിന്റെ കാലാവധി തീരുന്നതുകൊണ്ടാണോ? അല്ലേ? നമുക്കിതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തോട് ചേർത്തുവെച്ചു നോക്കാം. ദൈവം അത് പിൻവലിക്കുന്നത് കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. പ്രഭാതമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നു. വീണ്ടും നമ്മുടെ ലോകത്തിന്റെ ബഹളങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. അതെ, ഓഫീസിലെ പ്രശ്നങ്ങളിലേക്ക്, കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളിലേക്ക്, ട്രാഫിക് ബ്ലോക്കുകളിലേക്കൊക്കെ നമ്മൾ മടങ്ങുന്നു. അതോടെ ആ രാത്രിയിലെ ശാന്തത ഇല്ലാതാകുന്നു. അതാണ് യഥാർത്ഥ കാരണം. അപ്പോ ആ രാത്രിയിൽ ലഭിക്കുന്ന ആന്തരികമായ സമാധാനം പകലിലേക്കും, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ബഹളങ്ങൾക്കിടയിലേക്കും നിലനിർത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയല്ലേ? അത് കേവലം ഒരു രാത്രിയിൽ മാത്രം അനുഭവിച്ചു തീർക്കാനുള്ളതല്ല. അതെ, ആ സമാധാനം ജീവിതത്തിലുടനീളം നിലനിർത്തുക എന്നത് മനുഷ്യന്റെ നിരന്തരമായ ഒരു പരിശ്രമമായിരിക്കണം. എത്ര മനോഹരമായ ചിന്തയാണത്. ഇനി എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുണ്ട്. ഈ വായനയ്ക്കിടയിൽ എനിക്ക് കിട്ടിയ ശരിക്കും വലിയൊരു ആഹാ മൊമെന്റാണിത്. പറയൂ, എന്താണത്? ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ നിശബ്ദതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്.
ഇത് വായിക്കുമ്പോൾ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഈ അധ്യായത്തിൽ എവിടെയും ദൈവം എന്ന വാക്ക് നേരിട്ട് പരാമർശിക്കുന്നില്ല. ശരിയാണ്. പറയുന്നുണ്ട്, സമാധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല. അതെന്തുകൊണ്ടാകും? ഇസ്ലാമിക ദൈവശാസ്ത്രത്തിലെ ഏറ്റവും ആഴമുള്ളൊരു ചിന്തയിലേക്കാണ് നിങ്ങളിപ്പോൾ വിരൽ ചൂണ്ടിയത്. ഇസ്ലാം മതവിശ്വാസപ്രകാരം ദൈവം മനുഷ്യന്റെ കണ്ഠനാടിയേക്കാൾ അടുത്താണ് എന്നാണ് പറയുന്നത്. ഏറ്റവും സാമീപ്യമുള്ള ഒന്ന്. അതുകൊണ്ട് തന്നെ ദൈവം ഈ ലോകത്തേക്ക് പ്രത്യേകം ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. കൃത്യമായി പറഞ്ഞു. മാലാഖമാരാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കാരണം അവർ സൃഷ്ടികളാണ്. അവർക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ദൈവം എപ്പോഴും മനുഷ്യനോടൊപ്പം മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അത്രത്തോളം അടുത്തു നിൽക്കുന്ന ഒന്നിനെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല എന്നതാകാം ആ വാക്കിന്റെ അസാന്നിധ്യത്തിന് കാരണം. വാക്കുകൾ അവസാനിക്കുന്നിടത്താണ് യഥാർത്ഥ അനുഭവം തുടങ്ങുന്നത് എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെയാണത്. ശരിക്കും നമ്മൾ എപ്പോഴും ദൈവത്തെ എവിടെയോ ദൂരെ, ആകാശത്തെവിടെയോ ആണ് അന്വേഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് ഏറ്റവും അടുത്താണോ ഉള്ളത് എന്ന് ഈ വരികൾക്കിടയിലെ നിശബ്ദത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ വലിയൊരു തിരിച്ചറിവാണത്. തീർച്ചയായും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നമ്മൾ വിശകലനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന ഈ രാത്രി ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചുള്ള വെറുമൊരു മതപരമായ വിവരണമല്ല. മറിച്ച് അത് ഓരോ മനുഷ്യനോടുമുള്ള ഒരു വലിയ ക്ഷണമാണ്. ഉപരിപ്ലവമായ ആചാരങ്ങൾക്കപ്പുറം സ്വന്തം ഉള്ളിലേക്ക് തിരിയാനും സത്യസന്ധനാകാനും സ്വന്തം കുറവുകൾ മനസ്സിലാക്കാനുമുള്ളൊരു ക്ഷണം. അതെ, തികച്ചും വ്യക്തിപരമായ ഒരു ആത്മപരിശോധന. ഈ ശ്രോതാവേ, നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ലൈലത്തുൽ ഖദർ എന്ന രാത്രി എപ്പോഴാണെന്ന് ലളിതമായൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ നിന്നും നമ്മൾ മനുഷ്യന്റെ മനഃശാസ്ത്രത്തിലൂടെ, ഡെഡ്ലൈനുകളുടെ ആവശ്യകതയിലൂടെ, സമയത്തിന്റെ അർത്ഥത്തിലൂടെ, ഭാഷയുടെ ഉള്ളറകളിലൂടെയെല്ലാം സഞ്ചരിച്ച് ഒടുവിൽ മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളിൽ നാം എത്തിനിൽക്കുന്നു. സത്യം. നിങ്ങൾ ഏതു വീക്ഷണകോണിലൂടെ ഇതിനെ നോക്കിക്കാണുന്ന ആളാണെങ്കിലും ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ സമയം, സ്ഥലം, ടൈം സോണുകൾ എന്നിവയെക്കുറിച്ചെല്ലാം സംസാരിച്ചു. എന്നാൽ ഇവയെല്ലാം മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ കേവലം ഭൗതികമായ അതിരുകൾ മാത്രമാണ്. ഈ അതിരുകളെ മറികടന്നു ചിന്തിക്കാൻ, അതിനപ്പുറമുള്ള വലിയൊരു സത്യത്തെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ചിന്തകൾ ചെയ്യുന്നത്. അതെ, ശരിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചർച്ച അവസാനിക്കുകയാണ്. പക്ഷെ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി ഒരു ചെറിയ ചോദ്യം കൂടി ഞാൻ നൽകാം. നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ, മറ്റാരുമില്ലാത്തപ്പോൾ മനുഷ്യൻ തന്റെ എല്ലാ മാസ്കുകളും അഭിനയങ്ങളും മാറ്റിവെച്ച് ഏറ്റവും സത്യസന്ധനായ രൂപത്തിൽ നിൽക്കുമെന്ന്. ലോകത്തിന്റെ ബഹളങ്ങളില്ലാത്ത ആ സമയം. അതെ, ആരുമില്ലാത്ത ഇരുട്ടിലെ ആ യഥാർത്ഥ നിങ്ങളെ, നിങ്ങളുടെ എല്ലാ ദുർബലതകളോടും സത്യസന്ധതയോടും കൂടി നാളത്തെ പകൽ വെളിച്ചത്തിലേക്ക്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? ആ സത്യസന്ധത നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാകും ഉണ്ടാക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചിന്ത അവിടെ നിൽക്കട്ടെ. മറ്റൊരു മികച്ച വിഷയവുമായി പുതിയൊരു ചർച്ചയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ വിട.